പണ്ട് വയനാട്ടിലെ ദുരന്തമുഖത്ത് മുഖാവരണം ധരിച്ച ആ മലയാളി സൈനികനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഇയാളെ ദ മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിളിക്കുവാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 2017 മാർച്ച് മാസം 4-ാം തീയതി വൈകിട്ട് 5 മണി കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ ദ്രാലി എന്നൊരു ഗ്രാമത്തിൽ വൻ ആയുധശേഖരം പക്കലുള്ള കൊടും തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടൽ. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിന് ശേഷവും വീട്ടിന് മുകളിൽ നിന്ന് 2 AK-47 നിർത്താതെ നിറയുവെച്ചുകൊണ്ടിരിക്കുന്നു. ഇരുട്ടുന്നതിന് മുമ്പേ അവരെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടേക്കാം. വീട്ടിനുള്ളിൽ സ്ഫോടനം നടത്തി എതിരാളികളെ ഇല്ലാതാക്കാനായി വെടിയുണ്ടകൾക്കിടയിലൂടെ ഒറ്റയ്ക്ക് വീടിനകത്തേക്ക് 10 കിലോ എക്സ്പോഷറുമായി പോകുന്നതിന് മുമ്പേ അയാൾ ആലപ്പുഴയിലെ വീട്ടിലേക്ക് അമ്മയെ ഒന്ന് ഫോൺ ചെയ്തിരുന്നു. കാരണം ആ പോക്ക് ആത്മഹത്യാപരമായിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ഋഷിയെ പുറത്തു കൊണ്ടുവന്ന സൈനിക സംഘം അയാളുടെ മുഖം കണ്ട് അമ്പരന്ന് പോയി. 3 വെടിയുണ്ടകൾ അയാളുടെ പുറത്തും 1 മൂക്കും 1 താടിയെല്ലും തകർത്തിരുന്നു. എന്നാൽ വീട്ടിനകത്ത് നിന്ന് പിന്നെ എതിരാളികളുടെ വെടിയുച്ച ആരും കേട്ടില്ല. തീവ്രവാദികളുള്ള വീട്ടിൽ സ്ഫോടന വസ്തുക്കളുമായി കയറി ചെല്ലുമ്പോൾ തൻ്റെ ജീവനെക്കുറിച്ച് ഓർത്തില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എൻ്റെ രാജ്യമാണ് പ്രധാനമെന്നായിരുന്നു മറുപടി. പരിക്കേറ്റ മുഖം മറച്ചു വെച്ചതിനും ആവേശകരമായിട്ടുള്ള മറുപടിയുണ്ട്. നമ്മൾ നമ്മുടെ കുറവുകൾ മറച്ചു വയ്ക്കുകയും കഴിവുകൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്യണമെന്നായിരുന്നു. ഓരോ ഇന്ത്യക്കാരനും അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രചോദനമാണ്.